ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് ആണ് കളിക്കുന്നത്. ബെഡ് റോക്ക് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. എൻ്റെ മോനെ, ഇത് വില്ലേജിലെറ്റ സ്പോണാണേ. ദൈവമേ, എവിടെ എത്തിയാൽ മതി ഗൈസ്. അല്ലേ, ഇത് കാട്ടാക്കടവിലെറ്റ എത്തിയാലോ? കാട്ടാക്കടവിൽ സ്പോണായ എന്താക്കൂ? ഓക്കെ, നമ്മുടെ ലോക്കൽ സ്പോണാണ് ഉണ്ടായത്. പെട്ടെന്ന് മരം എറിക്കണോ, അല്ലെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ആദ്യം. ഇടോ എൻ്റെ മോനെ, സത്യം പറയാം, അച്ഛനാണ് സത്യം. ഇത് ഞാൻ ലൈറ്റപ്പ് ആയതാണ്. ജസ്റ്റിലോ ഇവിടെ അച്ഛനാണ് സത്യം. ഞാനിത് ടെംപ്ലേറ്റ്സ് ഒന്നും അല്ല, സീഡൊന്നും ഒന്നും എടുത്തല്ല. ശരിയായ ലൂട്ടും ഉണ്ട്. ഇപ്പം തന്നെ ഗോൾഡിൻ്റെ പകുതി ആർമറായി. നെതറിലേക്ക് ഇപ്പം പോകാൻ പറ്റുമോ അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് അപ്പോൾ ആർമർ ഇട്ട് നോക്കാം. ആർമർ ഇട്ടേ. 1 2 3 എല്ലാ ആർമറിൻ്റെ ഇതൊന്നും നോക്കട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ആർമറിന് എന്തൊക്കെയാണ് തരുന്നത് നോക്കട്ടെ. പ്രൊട്ടക്ഷൻ 3 ഉണ്ട് ഒന്നിന്, ഫയർ പ്രൊട്ടക്ഷൻ 2 ഉണ്ട്, കുഴപ്പമില്ല. ഇത് നല്ലതാണ്, നല്ല ലൂട്ടാണ് ഗൈസും കിട്ടിയേ. ഇതിലെന്താ സ്മൈത്ത് 1. നമുക്ക് ഗോൾഡൻ ബ്ലോക്ക് ഇപ്പം എടുക്കാൻ പറ്റൂല. എടാ, എത്ര ഉണ്ട് നോക്കട്ടെ. 2 കൂടി ഉണ്ടായ കിട്ടീനല്ലേ? കിട്ടു. എന്താ 2 കൂടി ഉണ്ടായ പൈസ നമുക്ക് കിട്ടു. അത് പൊട്ടിച്ചാൽ മതി. പക്ഷെ നമുക്ക് നല്ല പിക്കാക്സ് ഒന്നുമില്ല. 2 ഗോൾഡ്. എൻ്റെ മോനെ, 2 ഗോൾഡ്. എടാ എൻ്റെ മോനെ, നല്ല സ്പോണാണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത് എവിടെയും ബേസ് സെറ്റ് ഉണ്ടാകാം. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പോവാം. നമുക്ക് ആദ്യം കോർഡിനേറ്റ്സ് നോക്കട്ടെ. 29 67 44. ഓക്കെ, ഓടിയോ. ഇപ്പം 0 ഡേയ്സാണ്. നമ്മുടെ 100 ഡേയ്സാണ്. ഒന്നാമത് ഇൻട്രോ തരാൻ നമ്മൾ പറഞ്ഞു. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ് ഇടുന്നത്. എന്തായാലും കണ്ടില്ലേ? എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരു 100 ഡേയ്സ് ഹാർഡ് കോർ വീഡിയോ ആണ് ഇടുന്നത്. നമ്മൾ 100 ഡേയ്സ് ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ചെയ്ത് നോക്കാന്ന്. എല്ലാ ദിവസവും ഓരോ എപ്പിസോഡ് വെച്ച് നമ്മളിടും. ഇന്നെന്തായാലും നമുക്കൊരു ഇന്നത്തെ ഗോള് എന്തായാലും ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഒരു ആർമർ, ഒരു ബൂട്ട് കൂടി ഉണ്ട്, ഒരു ആർമർ സെറ്റാണ്. ഇത് തുടക്കം തന്നെ കേന്നാണല്ലോ. ഒരു മരം കൂടിയും വെട്ടിയില്ല, അപ്പോഴത്തേക്ക് ഫുൾ ആർമറായി. മരം വെട്ടട്ടെ. ഒന്നാമത് ബെഡ് റോക്ക് കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ജാവ കാണിച്ചാൽ സുഖമായിരുന്നു. നമുക്ക് പി സി ഗൈസ്, നമ്മൾ സിസ്റ്ററാണ് പറയുന്നത്. അതൊന്നും പറയുന്നത് ചിക്കനും കഴിച്ചില്ല. ഇനി പോവണ്ടേ, ഇവിടെ നിന്ന് അടി വിടുന്നേ. അല്ല അടി ഇട്ടു കേട്ടോ. ചിരിക്കാണ്ട് ഓടി. എടാ, എനിക്കിപ്പോഴും മനസ്സിലായില്ല ഇത്ര. എടാ, ഈനുക്കാരാണ് പറഞ്ഞു. ഇപ്പം എന്നെ പോടാ പട്ടി നോക്കിക്കാണല്ലോ. ഓടി 4 വയസ്സ് കുട്ടിയാണ് കഴിച്ചത്. എടാ, ഇത് പോരാ ഗൈസ്, ഇത്ര പോരാ. എന്തായാലും നമുക്ക് ഒരു പിക്കാക്സ് മതി. ഇനി നമുക്ക് സ്റ്റോൺ എടുക്കാം. സ്റ്റോൺ കഹേ. നമ്മൾ കേവിലാണ് എത്തിയെന്ന് വിചാരിച്ചു, പക്ഷെ നോട്ട് എ കേവ്. സോറി ഗൈസ്, അറിയാണ്ട് മൈക്ക് ഓഫായിപ്പോയതിനും. അഥവാ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മളോട് കളിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളെ ബെഡ് റോക്ക് മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതിലിട്ടാൽ മതി. നമ്മളെ കമൻറ്റിൽ നിങ്ങളെ പേര് ഇട്ടാൽ മതി, നമ്മളത് എടുക്കും ഉറപ്പായിട്ട് ഗൈസ്. നമ്മൾ മറ്റേ യൂട്യൂബേഴ്സിന് ഇടാ അറിയാണ്ടിരിക്കും പോയാൽ ഗൈസ്. അറിയാണ്ട് നമ്മളിതിൻ്റെ പവറും. ആദ്യം നമുക്ക് ഒരു സ്റ്റോൺ പിക്കാക്സ് മാത്രം മതി. അതല്ലേ വേണ്ട, നമുക്ക് എന്തായാലും ഒരടി കിട്ടുന്നേരോ നമ്മൾ അതേപോലെ കായും വയസ്സ്. അതാണ് പ്രശ്നം. എന്നിട്ട് ഒരു സ്റ്റോൺ ആക്സും. ഓക്കെ,
എന്നിട്ട് ഒരു ഫർണൻസ് ഇട്ടാ ഫർണൻസിന് ഒന്നുകൂടി പോയി എടുക്കാം. ഇതിനെന്തോ പെട്ടെന്ന് പോരെ. എടാ ഇതൊരു കേവാണ്. ഒരു കേവിൻ്റെ അടുത്തെത്തണം. നമ്മൾ വല്ലാത്തൊരു മനുഷ്യനാണ്. ഒറ്റന്ന് വേണം ഒറ്റന്ന് മാത്രം ഇട്ടു. നമ്മൾ കുറേ കാലമായി മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. ഇതാണ് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. എന്തായാലും നമുക്കിത് മെല്ലെ കളിച്ചാൽ മതി. ഫർണൻസാണ് നമുക്ക് വേണ്ടത്. ഞാനെന്തിനാ ഇങ്ങനെ, നമ്മൾ ഭയങ്കര അക്രമശാലി കേട്ടോ. അക്രമശാലി. ഇപ്പം നമുക്ക് ഈ ഗോൾഡൻ ആക്സ് ഉപയോഗിക്കണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും വുള്ള് കണ്ടുപിടിക്കണം ആദ്യം. വുള്ളെവിടെ പക്ഷേ വേറാണ്. സ്മൈറ്റ് എടുക്കൂ. ഞെക്കിക്കോളൂ. എത്രണ്ണം കിട്ടിയിട്ടുണ്ട്? എത്രണ്ണം കിട്ടി? എടാ ഇതെന്താ അവിടെ തൊട്ടപ്പുറത്തേന് ഒരു പശു കൂടിയാണ്. അല്ല, ഒരു സ്മൈറ്റോണ്ട് തന്നെ അടിക്കാനുണ്ട്. പക്ഷേ എന്തായാലും കൊറ്റൊരു എത്ര വുള്ള് കിട്ടി നോക്കൂ. എത്ര വുള്ള് രണ്ടായിട്ടുള്ളൂ വയസ്സ്. പാവം കോഴി. പാവമുണ്ടോ? അതിൻ്റെ ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായാൽ മതി. എനിക്കിങ്ങനെ ആരെയും കൊല്ലാനൊന്നും ഇഷ്ടമല്ല. പക്ഷേ വൃത്തികെട്ട വയറിൻ്റെ കളിയല്ലേ, എല്ലാം ചെയ്യേണ്ടി വരും. ഈ മൈൻക്രാഫ്റ്റിലെ മന്തിയൊക്കെ കൊണ്ടുവരണതിന് ഏതാ സാധനം. ഇപ്പോഴേ നമ്മൾ മന്തീൻ്റെ ഇതിലാണുള്ളത്. ജമാല് മാമനായിപ്പോൾ ഇപ്പോൾ. ഫൈനലി ഒരു കേവ് എന്ന് വിളിക്കാൻ പറ്റിയൊരു സാധനം. എവിടെ അയണ്? ആടാ കേവ് തന്നെ. അത് അയണാദ്യം നമുക്ക് എടുക്കാം. അയൺ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ നോട്ടെ. അയണെവിടെ? അയൺ നമ്മുടെ തൊട്ട് മേലുണ്ട്. അയൺ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റിയത്ര ഇല്ല. എന്തായാലും എടാ ഞാനെന്താ കളിക്കുന്നേ? എനിക്കെന്തോ പറ്റിക്കുന്നു. നാളെ പിരാന്താശുപത്രി പോകണം. കോളുണ്ടായിരുന്നില്ല ഇവിടെ വരുമോ? അതാ ഇപ്പോൾ സ്മെൽട്ട് ചെയ്യണം. വേണ്ട. എടാ ഞാനെന്താടാ, എനിക്ക് OCD ബാധിച്ചിരിക്കുമോ? എടാ മൈൻക്രാഫ്റ്റിൽ കോളിൻ്റെ സ്ഥാനത്ത് ഡയമണ്ടിൻ്റെ സ്ഥാനത്ത് കോള് വേണ്ടി തരം കോളിട്ട് കാണില്ല. കോള് വേണ്ടാത്ത തരം കോള് കാണും. കോള ഉണ്ടാവും. മൈൻക്രാഫ്റ്റ് നമ്മളെല്ലാം സ്പൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതും പോകത്തില്ല. ഇപ്പോൾ ഡയമണ്ട് നമ്മൾ മൈൻ ചെയ്യാൻ പോയാൽ ഡയമണ്ട് അല്ലാണ്ട് എല്ലാ സാധനവും ഉണ്ടാവും. നെതറൈറ്റ് മൈൻ ചെയ്യാൻ പോയാൽ നെതറൈറ്റ് അല്ലാണ്ട് വേറെ എല്ലാ സാധനവും ഉണ്ടാവും. പക്ഷെ നെതറൈറ്റ് ഓവർ വേൾഡ് ഇല്ലല്ലോ. ചേട്ടാ ഞാൻ എന്തൊക്കെ പറയുന്നത്? എനിക്കെന്തോ പറ്റിക്കുക. സത്യം പറയാം. എൻ്റെ അനിയത്തി പറഞ്ഞു കേട്ടിട്ടാണോ തോന്നുന്നു. ഇപ്പോടാ പട്ടി. എനിക്കിപ്പോഴേ വിഷമം. എനിക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയിന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂടെ എത്ര കോളാടാ. എനിക്ക് വേണ്ടത്ര കോള്. ഒരു ടോർച്ച് ഉണ്ടാകട്ടെ. നമ്മളൊന്നാമത് ഹാർഡ് മോഡിലാണുള്ളത്. ഒന്ന് പുറത്തേക്ക് ഇതിപ്പോൾ വകിയാ മോനെ. ഒരു ഷീപ്പിനെ കൊന്നിട്ട് മതി എന്നാണ് തോന്നുന്നത്. എനിക്ക് എന്താ ഇതെന്തൊരു സ്റ്റെപ്പ് പോലെ അറിയില്ല. എടാ വേണ്ട, മേലേക്ക് പോകും. ഒന്നാമത് ഹാർഡിലുള്ള നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ് എനിക്ക് ഇച്ചിരി നല്ലതായിട്ട് തോന്നുന്നത്. ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാകാ. ഒരു സ്റ്റെപ്പ് പോലെ എനിക്ക് കിടക്കട്ടെ. ഇത് കണ്ടോ? സ്റ്റെപ്പ് പോലെ എനിക്ക്. കോളെടുക്ക്. ഓക്കെ, ഇനി മേലേക്ക് പോകാം ഗൈസ്. നമുക്ക് മേലേക്ക് പോയിട്ട് ഒരു ഷീപ്പിനോടെ കൊല്ലണ്ടിയിരുന്നു തോന്നുന്നു. നമുക്ക് ഒരു ഷീപ്പ് ഇതിപ്പോൾ എടാ എനിക്കൊരു നല്ലൊരു ഐഡിയ അപ്പം കിട്ടിയേ. നേരെ ഷീപ്പിൻ്റെ അടുത്ത് പോവുക. മഷ്റൂം പായ നടുവിലുണ്ടാവുക. ഇവിടെ മൈൻക്രാഫ്റ്റിനകത്ത് ഇങ്ങനത്തെ മഷ്റൂം ഉണ്ടാവും. ഈ മഷ്റൂം എടുത്ത് വന്നാൽ ചത്തൊന്നും പോയില്ലേ. ഇവിടെ ക്രീപ്പർക്കുണ്ടാ. അമ്മോ ചത്തി.
എടാ ഒന്നാമത് ബേക്കോട്ട് പോകാൻ പറ്റുന്നില്ല. അമ്മോ ചത്ത്. എൻ്റെ മോനെ ഇപ്പം കയ്യേന് ഹാർഡ് കോർ ഇപ്പം കയ്യേന്. നമ്മളോട് കാണിച്ച ഒന്നുമില്ല. ഫർണൻസ് ഉണ്ടാക്കി പെട്ടെന്ന്. കൂള് ചിക്കൻ. നമുക്ക് എന്തായാലും ഇവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടിയിരുന്നു തോന്നുന്നു. എൻ്റെ മോനെ ഇപ്പം കഴിഞ്ഞതായിരുന്നു ഗൈസ്. എടാ എനിക്കിപ്പോഴും ഈ ഹാർട്ട് അറ്റാക്ക് മൂമെൻ്റാണ് വരുന്നത്. ആദ്യം ഇത് തിന്നു. ഇത് ജാവ പോലെ ഇല്ലല്ലോ. ഇപ്പോൾ ഒന്നും വൃദ്ധമാകിയില്ല. നമുക്കാണ് ഒരു കുഴി ഉണ്ടാക്കി ഇവിടെ കിടക്കേണ്ടി വരും എന്ന് തോന്നുന്നു. എനിക്ക് പേടി വന്നടാ. ഞാൻ അതാ പറയുന്നത്, ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എനിക്ക് തോന്നില്ലേ, ഇത് രണ്ടുള്ളതിനെ കൊണ്ടാണ് നമ്മളിപ്പോൾ ജീവൻ അല്ല 3 ഉള്ളത്. ഗൈസ് നമുക്കൊന്നാമത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴേ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ ഹാർഡ് വർക്കിംഗ് കണ്ടിട്ട്. ഓ ഗൈസ് നമുക്ക് രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കാം ഗൈസ്. ഇരുളിലേക്ക് പോട്ടെ. എന്താ ഒരു നാണം. നമുക്ക് ഇവിടെ നിന്ന് ഫർണൻസ് വെക്കാം. ഇവിടെ ഫർണൻസിൽ ഇടാൻ ഒരു സാധനം ഇല്ലല്ലോ ഗൈസ്. എന്തെങ്കിലും അവിടെ കിടക്കട്ടെ. ചിക്കൻ തിന്നു മോനെ. മട്ടൻ വേണല്ലോ ഇത് മോനെ. എന്തായാലും ക്രാഫ്റ്റിംഗ് ടേബിൾ എവിടെ? ഇവിടെ ഇതിരിക്കട്ടെ. ഒരു ടോർച്ച് അവിടെ ഗ്രാവലല്ലേ. ഓ സോറി ഗൈസ്, മൈ മിസ്റ്റേക്ക്. മതി ഗൈസ്, നമ്മളെന്തായാലും ഫുഡൊക്കെ തിന്നിട്ടുണ്ട്. അതിന് മൈനിങ്ങിന് പോവാം. എനിക്ക് ദേഷ്യം പിടിക്കുന്നു. മൈൻക്രാഫ്റ്റ് ആണോ അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് ആണോ ഗൈസ്? ഒന്നാമത് നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മിക്കണം, നമ്മളിപ്പോൾ ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് ആണ് കളിക്കുന്നത്. ഡേ 1 ആണിപ്പോൾ. 100 days 100. എനിക്കാണെന്ന് നല്ലോണം വിശക്കുന്ന. കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. എനിക്ക് വിശക്കുന്ന കഴിച്ച് എനിക്ക് ദേഷ്യം പിടിക്കുന്നു. ടെക്നോബ്ലേഡായി പോട്ടെ. ടെക്നോബ്ലേഡാണ് എനിക്ക് കളിക്കാൻ അറിയണം. എൻ്റെ മോനെ എടാ ഞാനെന്തിനാ പറയാൻ പറ്റാതെ? ഞാനിപ്പോൾ നമുക്കിതാ ഗൈസ്, നമുക്കിതാ കോൾ കിട്ടിയിട്ടുണ്ട്. കോളൊന്നും എനിക്ക് വേണ്ടേ. ഈ കോൾ എനിക്ക് വേണ്ട. എന്തായാലും നമുക്ക് കോൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലല്ലേ വിശക്കുന്നു. ഒന്നാമത് ഹാർഡിലാണ് കളിക്കുന്നത്. ഉണ്ടാ പീസ്ഫുള്ളിട്ടായിട്ട് പുറത്തു പോയാലോ? എൻ്റെ മോനെ വിശന്നിട്ട് കൊണ്ടുപോകില്ല. പിക്കാക്സ് കാണിച്ച എപ്പം പൊട്ടും. ഡേ 1 ആകട്ടെ ഒന്ന് പെട്ടെന്ന്. ഇരുടാൻ തുടങ്ങി. നമുക്ക് ഫിൽറ്റർ ഓഫ് ആക്കട്ടെ. ഫിൽറ്റർ ഷൂട്ടറിലിടാം. ഇപ്പോൾ ഇച്ചിരി രസം ഉണ്ടാവും കാണാൻ. അവിടെ കാണുന്നതിന് മനസ്സിലാവും. ഇവിടെ ടോർച്ച് ഇടാം. അല്ലെ ഇവിടെ വേണേൽ സ്പോണാവും. ആർഡർ ഗൈസ്, നിങ്ങളെന്തായാലും ഇത് ഡേ 1 ആണ് ഇപ്പോഴേ പറയുക. ഞാനിപ്പോൾ എല്ലാ മോവിനെ PvP ഇട്ടാലോ. ഹാർഡ് കോർ ആണ്, അതാണ് പേടി. ഒരു ബെഡ് ഉണ്ടാക്കാത്തതിനെ കൊണ്ട് മൈനിങ്ങിന് വേണ്ടി വരിക. ഇതൊരു കേവ് വന്നിട്ടാൻ പെടുന്നതിന്.
ഓക്കെ സമാധാനം. നമുക്കെന്തായാലും 2 ഫുഡാണുള്ളൂ. എവിടെ ഇനിയും ഉണ്ടായിരുന്നു എത്രണ്ണ? ഒരു ബ്ലാങ്കറ്റ് ഇട്ട് അത് വേണ്ട, നമുക്ക് ഒന്നുകൂടി വന്നിട്ട് പറിക്കാം. പറിച്ചെടുക്കും. ഇത്ര ഇതുണ്ട്, ഒരു ഷീൽഡ് ഉണ്ടാകും ഗൈസ്. ആടെ ഇവിടെ അതെന്താ ഇവിടെയാണെന്നാ തോന്നുന്നു. അത് തന്നെ കറക്റ്റ്. എൻ്റെ പറ്റാൻ വരട്ടെ. ഗൈസ് നമുക്ക് മേലെ പോയി അറ്റാക്ക് ചെയ്താലോ? റിസ്ക് എടുക്കണ്ട. ഇനി ഇവിടം വരെ എല്ലാവരും ഉണ്ട്. ക്രീപ്പർ അറ്റാണ്ടെങ്കിലാണ് പണി നമുക്ക്. എന്തായാലും മൈനിങ്ങിന് തന്നെ പോയി. ഞാനിപ്പോൾ ഡോർ ഉണ്ടാക്കാത്ത എന്താ അറിയോ? ഡോർ ഉണ്ടാക്കിയാലാണ് ഈ ഹാർഡ് മോഡിലല്ലേ സോംബീസിന് ഡോറൊക്കെ പൊട്ടിക്കാൻ പറ്റും. അതെല്ലാവർക്കും അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? കറഞ്ഞൂടെ? എടാ ഞാനെന്തിനു പോയേ? ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കാനല്ലേ ഞാൻ പോയേ? ഞാൻ പിക്കാക്സ് ഉണ്ടാക്കാനാണ് ഗൈസ് പോയത്. ശരി, ഞാനെന്തിനു ഇപ്പണി ചെയ്തേ? നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയിട്ടാണ് കഷ്ടം. പിക്കാക്സ് ഉണ്ടാക്കാൻ പോയി ഷീൽഡ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇനി എപ്പിസോഡ് കാണോ ഇതിൻ്റെ? ഇപ്പം നമുക്ക് ഇവിടം വെച്ച് നിർത്തിയാലോ? ഡേ 1 എല്ലാ ഗോളും നമ്മൾ തീർത്തു. എന്തായാലും ഒരു മിനിറ്റേ. അതെവിടെ പോയി? ഒരു മിനിറ്റ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാനൊരു ഓക്കെ ഐസ്, നമുക്ക് ആ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരത്തെ കഷ്ടപ്പാടിന് എന്താ ബേക്കാകത്തെ? സെറ്റിങ്സ് ഒന്ന് ബേക്കാകടോ. ഐസ് നമുക്ക് ബേക്കാകാൻ പറ്റുന്നില്ല. വെയിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്, അറിയാണ്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റി. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന്. ക്യാമറയിൽ ഉമ്മാക്കുന്നോ? ഇതെന്താ ക്യാമറയിൽ ഉമ്മാക്കുന്നു? ഓക്കെ ഗൈസ്, നിങ്ങൾ മര്യാദയ്ക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഞാൻ കത്തിക്കും. കണ്ടോ ഇങ്ങനെ നിങ്ങളെ കത്തിക്കും. സോറി നിങ്ങളെല്ലാം കത്തിക്കണ്ടേ? ഇവനെ കത്തിക്കണ്ടേ? ഇങ്ങോട്ടല്ല, തീയിലേക്കൊന്നും പോയില്ലേ? ഇങ്ങനെ കത്തിക്കും നിങ്ങളെ, എന്നിട്ട് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇങ്ങോട്ട് പോകാത്തേ? എടാ ഇങ്ങോട്ട് പോടാ എൻ്റെ നിങ്ങളെവിടെ ഇപ്പം നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളെ ചുറ്റുപാട് ഞാൻ കത്തിച്ച് മര്യാദയ്ക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു, അല്ലേ വെച്ചേക്കൂല. ഇങ്ങോട്ടല്ല വേണ്ടേ? ശരി, ബൈ ബൈ. ഇതെങ്ങനെയാണ് ബേക്കടിക്കുക?